ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലോഗ് സ്റ്റാർ റസു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ എടുത്താണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ദോശ എഗ് ബുൾജി. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഇതിലോട്ട് നമുക്ക് കിടക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ദോശ കഴിക്കാൻ പോകും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ മേലാത്തതാണ് എൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ വേറൊരു വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിക്ക് നല്ല വലിയ ദോശയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം ആക്കി കൊടുക്കാൻ കേട്ടോ. ഗൈസ്, അമ്മ നമുക്ക് കുറച്ച് നെയ്യ് ദോശക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതെ കേട്ടോ, അമ്മ ഇടുന്ന പോലെ തന്നെ നെയ്യൊക്കെ ഇച്ചിരി അതുപോലെ ഇവിടെ സ്പ്രെഡൊക്കെ ആയിക്കോളും. അത് സ്പ്രെഡ് ആയിക്കോളും. നമ്മൾ ഇച്ചിരി നല്ല രീതിക്ക് തന്നെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ദോശ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു കോഴിമുട്ടയാണ്. കോഴിമുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവിൽ എന്തായാലും ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഇച്ചിരി മുട്ടക്കകത്തൊരു ശകലം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ സബോള, കൊത്തി അരിഞ്ഞത്, തക്കാളി, മുളക്, ഈ സംഭവങ്ങൾ അവസാനം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഒഴിച്ച് കൊടുക്കുക. മുട്ട ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തോട്ടും ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടോ ഗൈസ്, അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ളീനെ നമുക്കിങ്ങനെ എടുത്ത് നമ്മൾ പുറത്തോട്ട് നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഇട്ട് കൊടുത്തേക്കുക നല്ല രീതിക്ക്. അപ്പോൾ ഇത്രയും മതി ഗൈസ്. നമ്മുടെ മുട്ടയുടെ ഭംഗി കണ്ടോ ഗൈസ്? അതായത് നിങ്ങൾക്ക് തോന്നുന്ന പിസയൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നന്നായി മറിച്ചിട്ട് കൊടുക്കുക. അല്ല വെന്തത്തൊക്കെ മറിക്കാവുള്ളൂ, അല്ലാതെ എല്ലാം കൂടി പോകും. കണ്ടോ, ഇങ്ങനെ നമ്മൾ നല്ല രീതിക്ക് മറിച്ചിട്ട് കൊടുക്കുക. ചൂടാകുമ്പോൾ നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ആദ്യം നമ്മുടെ ദോശ കല്ല് നന്നായിട്ട് ചൂടായിട്ട് നല്ല രീതിക്ക് വട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തോട്ട് ഒന്ന് ആവി കയറി വരുമ്പോൾ നല്ല മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കോഴിമുട്ട വേണം എടുക്കാൻ, നല്ല അടിച്ചെടുത്ത കോഴിമുട്ട ഇടുക. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ കൂടി പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. കുറച്ച് എടുത്ത് ഉള്ളിയൊക്കെ ആയിട്ട് എടുത്തിട്ട് കൊള്ളാം ഗൈസ്. ഞാൻ കുറച്ച് എൻ്റെ അമ്മക്ക് വെച്ച് കൊടുക്കട്ടെ. എൻ്റെ അമ്മക്ക് വെച്ച് തരികയാണ്. കൊള്ളാം അല്ലേ? നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. എന്നാലും എനിക്ക് സന്തോഷമാവുള്ളൂ.